ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അസ്മി വ്ളോഗ്സ്. നമുക്കിന്നൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ബീഫിലോട്ട് 4 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 3 കറുവപ്പട്ട, ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളവും ഒഴിച്ച് ഇതൊരു 8 വിസിൽ വരുന്നത് വരെ വേവിച്ച് മാറ്റി വയ്ക്കുക. അടുത്തതായിട്ടൊരു പാൻ എടുത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ചൂടാക്കി വറ്റൽമുളക്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക് ഇതെല്ലാം ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഇത് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നീളത്തിലെരിഞ്ഞ 4 സവാള ചേർത്തൊന്ന് വഴറ്റുക. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ ഉള്ളി മുഴുവനോടെ അതിലോട്ട് ചേർത്ത് അതും ഒന്ന് വഴറ്റി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി ചേർക്കാം. ഇതിൻ്റെ മസാലയെല്ലാം മൂത്തൊഴിയുമ്പോഴത്തേക്കും ഇറച്ചി വേവിച്ചതിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് അതും കൂടി ചേർത്ത് നമുക്കൊരു ഗ്രേവി തയ്യാറാക്കാം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇറച്ചിയും അതിൽ ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നമുക്ക് നീളത്തിലെരിഞ്ഞ 5-6 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റി 5 മിനിറ്റ് നമുക്ക് ചെറുതീയിൽ മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് തുറന്ന് ചൂടോടെ സെർവ് ചെയ്യാം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.